തിന്നാൻ ഒത്തിരി ക്രേവിങ്സും എന്നാൽ തിന്നാൻ കിട്ടിയ തീരെ തിന്നാത്തൊരു ടൈപ്പ് ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് സ്വീറ്റ്സിനോടുള്ള ക്രേവിങ്സ് തിന്നണോ തിന്നണ്ടയോ എന്നൊക്കെ അതിനൊക്കെ അപ്പുറമാണ്. സോ ഇന്ന് ഞാൻ എൻ്റെ സ്വീറ്റ് ക്രേവിങ്സ് ബോക്സാണ് ഗൈസ്. അങ്ങനെയല്ല, ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു ഐറ്റമാണ് ഇതിലുള്ളത് സെയിം തന്നെ 2 ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. ടേസ്റ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും, സെയിം ആവണമല്ലോ, കാരണം ഫ്ലേവർ സെയിം. അത് ഞാനിത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഈ അൺബോക്സിങ്ങിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് അതൊക്കെ ഒന്ന് വേറെ തന്നെ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റും. അപ്പം ഇതിൽ 2 ഐറ്റംസ് ഉണ്ട്. ഇത് ഒന്ന് സ്പൂണുണ്ട്, സ്പൂൺ മസ്റ്റാണ്, പാക്കിംഗ് ഒക്കെ അടിപൊളി. പിന്നൊന്ന് മിനി ജാർ കേക്കാണ്. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ജാർ കേക്കാണ്. കേക്ക് സോണിൽ നിന്നാണ് ഞാനിത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തത്, സ്വിഗ്ഗിയിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ കേക്ക് സോണിൻ്റെ ബോക്സ് കേക്കാണ്. സോ നമുക്ക് ഫസ്റ്റ് ബോക്സ് കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. അവരുടെ ആ ഒരു പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാട്ടോ. ഇപ്പോൾ രാവിലെ എണ്ണിച്ചിട്ട് ഇപ്പം ഒരു 9-9:15 ഇപ്പോൾ കഴിക്കാൻ തോന്നി ഞാൻ ഇപ്പം തന്നെ ഒന്ന് ഓർഡർ ചെയ്തു. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന ഈ ഒരു റേറ്റിന് അവരുടെ ക്വാണ്ടിറ്റി മച്ച് ബെറ്റർ തന്നെയാണ്. ഇങ്ങനെ വെച്ചാൽ കാണുമെന്ന് എനിക്കറിയില്ല, കുറച്ചൊക്കെ ഡാമേജ്ഡ് ആയിട്ടുണ്ട്. ബട്ട് ഐ വിൽ ഷോ യു. വൈറ്റ് ഡ്രസ്സാണ്. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ കേക്ക് വന്നേക്കുന്നത്. നമുക്കിപ്പം സ്പൂണൊന്ന് കീറിയെടുക്കാം. അകത്ത് ടിഷ്യൂ ഒക്കെ വെച്ചാണ് സ്പൂൺ റാപ്പ് ചെയ്തേക്കുന്നത്. കേക്ക് ട്രൈ നോക്കാം. ബട്ടർ സ്കോച്ച് ഫ്ലേവർ കേക്കാണ്. കൊള്ളാം. ഞാൻ ഇവരുടെ തന്നെ റെഡ് വെൽവെറ്റ് ജാർ കേക്ക് ഒരു 1 വീക്ക് മുന്നേ ട്രൈ ചെയ്തായിരുന്നു. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനും കുറച്ചുകൂടെ നല്ലത് റെഡ് വെൽവെറ്റ് തന്നെ. ആസ്വദിച്ചൊക്കെ കഴിക്കുന്നൊരു ഫീൽ. സൂപ്പറാണ്. ഇനി നമുക്ക് അവരുടെ ജാർ കേക്ക് ട്രൈ നോക്കാം. സെയിം പാക്കിങ് തന്നെയാണ്, സിമിലർ ടേസ്റ്റും സിമിലർ തന്നെ ആയിരിക്കും, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇത് കുറച്ചുകൂടെ ജ്യൂസ് ചെയ്യാം. അവരുടെ പാക്കിങ്ങും അതുപോലെ തന്നെ അവരുടെ നെയിം എഴുതി വെച്ചേക്കുന്നത് നല്ല സ്ഥലം. തൽക്കാലം നമുക്ക് പീസ് കേക്ക് നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ, ഇപ്പം കാണുന്നില്ല. പീസ് കേക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നല്ല, കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് കിട്ടുന്നൊരു കാരമൽ ക്രഞ്ചില്ല, അത് കുറച്ചുകൂടെ നല്ല അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടം. എനിക്കിത് തോണ്ടി കഴിക്കുമ്പോൾ തോന്നിയത്, പണ്ടൊക്കെ ആരുടെ ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ച് കട്ട് ചെയ്താലും അതിൻ്റെ മുകളിലത്തെ ഡെക്കറേറ്റിംഗ് സാധനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. അതെനിക്ക് ഓർമ്മ.
സംഭവങ്ങളാണ് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കടയാണ്. സ്വിഗ്ഗിയിൽ കേക്ക് സോൺ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. എടപ്പള്ളിയിലാണ് ഈ കട ഉള്ളത്. അപ്പം നിങ്ങളും ഇതുപോലെ ക്രേവിങ്സ് വരുമ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓർഡർ ചെയ്ത് കഴിക്കുക ഗൈസ്. അപ്പം ശരി ഗൈസ്, ബൈ ബൈ.